നമസ്കാരം. 3 ആഴ്ച മുമ്പ് ജസ്ന വ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഉമ്മയെ കുറിച്ചിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോയിൽ ഉമ്മ വളരെയധികം വിഷമിച്ച് കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഉമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മകനെ നഷ്ടപ്പെട്ടു. അവൻ നാട് വിട്ടുപോയി. എവിടെയാണെന്ന് പോലും അറിയില്ല. ലഹരി കാരണമാണ് മകൻ അങ്ങനെ ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് തന്നെ മകനെ പേടിച്ച് ഉറങ്ങാതെ കിടന്നിട്ടുള്ള രാത്രികൾ പോലും ആ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ആ ഉമ്മ വളരെ വിഷമത്തോടു കൂടിയിട്ട് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്കും വിഷമം വന്നതാണ്. ഇപ്പൊ ഏതായാലും ജസ്ന വ്ലോഗ്സ് എന്ന് പറയുന്ന അതേ ചാനലിൽ തന്നെ ആ ഉമ്മയെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അൽഹംദുലില്ലാ, അങ്ങനെ ജസ്ന ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് സമൂഹത്തിന്റെ മുന്നിൽ ഇതുപോലൊരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാൻ പറ്റിയതും എൻ്റെ മോൻ അതുവഴി ഇങ്ങനെ തിരിച്ചു വന്നതും. ഇപ്പൊ എനിക്ക് ഒരുപാട് കടമയുണ്ട് ജസ്നയുടെ അടുത്ത്. അതല്ല, നമ്മൾ എന്താ വെച്ചാല് ഇതുപോലെ ആരും പറയാൻ മുതിരൂല. സ്വന്തം മക്കളെ കാര്യമാകുമ്പോ പ്രത്യേകിച്ച് ഒരു ഉമ്മയോ ഒരു അമ്മയോ തുറന്നു പറയൂല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജസ്നയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അവസ്ഥ ഒരു ഉമ്മ നമ്മോടൊക്കെ കരഞ്ഞു പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പൊ ആ വീഡിയോയുടെ ബാക്കി എന്താണ്, ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ഒരുപാട് ആളുകൾ എന്നെ കമന്റ് ആയിട്ടും ഫോൺ വിളിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ആ ഉമ്മയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. കാരണം നേരിട്ട് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. കാരണം നമ്മളൊക്കെ ഒരുപാട് വിഷമിച്ചതാണ് ആ ഒരു വിഷയത്തില്. അപ്പൊ ആ വിഷയം നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഉമ്മ നമ്മോടൊപ്പം ഉണ്ട്. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയോ കുറെ ആശ്വാസമായില്ലേ? കുറെ ആശ്വാസമായി. ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോയിൽ പ്രാർത്ഥനയായിരുന്നു ആ മോന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട്. ശരിക്കും എന്താണ് ഉണ്ടായിട്ടുള്ളത്? അതിന്റെ ശേഷം ഇപ്പൊ എന്താണ് ഉണ്ടായത്? അതിന്റെ ശേഷം അൽഹംദുലില്ലാ, മോന് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ജസ്ന വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ബാംഗ്ലൂരാണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവന്റെ ആദ്യത്തെ ഓണറൊക്കെ പോയിട്ട് കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അവരെപ്പോഴാണ് ഉള്ളത് കുട്ടി. ഇപ്പൊ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് പിന്നെ വീഡിയോസിന്റെ കാര്യം കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എന്ന് നല്ലത് മാത്രം, എല്ലാ മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ തിരിച്ചു വന്ന് അവന് പിന്നെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ട് വേറെ മാറി പോയാലോ. അങ്ങനെ ആ ഉമ്മയ്ക്ക് മകനെ തിരിച്ചു കിട്ടിയേക്കാണ്. പഴയതുപോലെ നല്ലൊരു മനുഷ്യനായിട്ട് ആ മകന് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ആ ഉമ്മയ്ക്ക് അതിനേക്കാട്ടും വലിയൊരു സന്തോഷം വേറെ ഒന്നും ഉണ്ടാകില്ല. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് കേട്ടിട്ടില്ലേ? എത്രയൊക്കെ ദുഷ്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്മമാർക്ക് ഒരിക്കലും മക്കളെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പൊ പഴയതുപോലെ നല്ലൊരു മനുഷ്യനായിട്ട്, ഇനി തെറ്റുകളൊന്നും ചെയ്യാത്ത, തെറ്റിന്റെ വഴിയിലേക്ക് പോകാത്ത ഒരു മനുഷ്യനായിട്ട് ആ മകന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അപ്പൊ സത്യത്തില് ആ ഉമ്മയുടെ ഈ സ്റ്റോറി ആൾക്കാരിലേക്ക് എത്തിക്കുകയും ഇപ്പൊ ആ ഉമ്മയ്ക്ക് സന്തോഷം നൽകുകയും ചെയ്തത് ജസ്ന എന്ന് പറയുന്ന ആ ചേച്ചിയാണ്. ആ ചേച്ചി അങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടില്ലായിരുന്നു. അത് ആലോചിക്കുമ്പോൾ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ എനിക്കും അഭിമാനം തോന്നുന്നുണ്ട്. ജസ്ന എന്ന് പറയുന്ന ആ ചേച്ചിക്ക് വലിയൊരു കയ്യടി. കാരണം അവർ കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള സ്റ്റോറീസ് എല്ലാവരിലേക്കും എത്തിക്കണം, എല്ലാവരും അറിയണം. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ടീനേജേഴ്സ് ആയിക്കോട്ടെ, യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ കാണണം. കാരണം നമ്മൾ ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ അതിനൊക്കെ അടിമപ്പെടും. പിന്നെ വിഷമിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ മാതാപിതാക്കളായിരിക്കും. ഇത്രയും നാളും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളായിരിക്കും നമ്മുടെ ആ ഒരു അവസ്ഥയോർത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. അവരെ നോക്കിയില്ലേലോ, അവർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ നന്നായിട്ടിരിക്കണമെന്നായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനു പകരം മക്കൾ ഈ രീതിയിൽ വഴിപിഴച്ചു പോയി കഴിഞ്ഞാലോ, അവർക്ക് ജീവിതകാലം മുഴുവൻ പിന്നെ സങ്കടപ്പെടാൻ വേറൊരു കാര്യവും വേണ്ട. പക്ഷെ മക്കൾ നന്നായിട്ടാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ ബാക്കിയുള്ള കാലം നീക്കും. അപ്പൊ അതാണ് നമ്മൾ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് പല യങ്സ്റ്റേഴ്സും ടീനേജേഴ്സും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത്. മിക്കപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നത് ചീത്ത കൂട്ടുകെട്ടുകളായിരിക്കും. ഈ ചെങ്ങാതി നന്നായി കഴിഞ്ഞാൽ കണ്ണാടി വേണ്ട എന്ന് പറയില്ലേ? അത് കറക്റ്റ് കാര്യമാണ്. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. നല്ല കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻഫ്ലുവൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മോശപ്പെട്ട കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ മോശപ്പെട്ട ഇൻഫ്ലുവൻസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കൂട്ടുകാരെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി നിർത്തുക. അവരെയും കൊണ്ട് ഒരിക്കലും നമുക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് കിട്ടില്ല, പോസിറ്റീവായിട്ട് ഒന്നും കിട്ടില്ല. പതിയെ നമ്മളെയും കൂടി ആ കുഴിയിലേക്ക് വലിച്ചിടാൻ വേണ്ടി നോക്കും. കേട്ടിട്ടില്ലേ? ഒറ്റ ചാട്ടത്തിൽ കിണറ്റിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ 10 ചാട്ടം കൊണ്ട് തിരിച്ചു കയറാൻ പറ്റില്ല എന്ന്
എന്ന് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ലഹരി പോലെയുള്ള ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയൊരു കുഴിയിലേക്കായിരിക്കും വീണു പോകുന്നത്. പിന്നെ തിരിച്ചു കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ ആ ഉമ്മയുടെ മകന് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടി. പക്ഷെ എല്ലാവർക്കും സെക്കൻഡ് ചാൻസ് കിട്ടണമെന്നുണ്ടോ? പലപ്പോഴും ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകുന്നവരുടെ ജീവിതം അതോടുകൂടി നശിക്കും, ഇല്ലാതെയാകും. ആരും വേണ്ടാതെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവരുടെ ജീവിതം അങ്ങ് അവസാനിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതിപ്പം വേറെ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പെടാതെ ആ മകൻ തിരിച്ചു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ ഉമ്മയുടെ കണ്ണീരിന് ദൈവം തിരിച്ചു കൊടുത്തതായിരിക്കാം, നല്ലൊരു മറുപടി തിരിച്ചു കൊടുത്തതായിരിക്കാം, ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനൊരു സെക്കൻഡ് ചാൻസ് കിട്ടണമെന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് വീണു പോകാൻ എളുപ്പമാണ്. കൂടുതലും സ്കൂൾ കുട്ടികളാണ് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് വീണു പോകുന്നത്, ടീനേജേഴ്സ് ആയിട്ടുള്ളവർ. കാരണം അവർ ചിന്തിക്കത്തില്ല. അവർക്ക് ആ ഒരു കൂട്ടുകെട്ടിൻ്റെ ഇൻഫ്ലുവൻസ്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പോക്കറ്റ് മണി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവർക്ക് വേണ്ടത്. ഈ ചെറിയ നിസ്സാരപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ ജീവിതകാലം മുഴുവൻ പണയം വെക്കുന്നത്. മാതാപിതാക്കൾ വിചാരിക്കും കുട്ടികൾ സ്കൂളിൽ പോവുകയാണല്ലോ, നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവരറിയാതെ മക്കൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മക്കളുടെ പുറകെ നടക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് പറ്റത്തില്ല. അവർക്ക് ജോലി കാണും, ജീവിത സാഹചര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുമായിരിക്കും. മക്കൾ പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലായിരിക്കും അവർ കഷ്ടപ്പെടുന്നത്. പക്ഷെ മക്കൾ ഈ രീതിയിൽ പോവാണ്. ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ നിയമവും കൂടിയാണ്. നിയമത്തിന്റെ അറിവോട് കൂടിയിട്ടാണ് പല രീതിയിലുള്ള സംഘടനകളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പല മാഫിയകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ വൻകിട മാഫിയകൾ കേരളത്തിൽ സെൻറ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളാണ്. കാരണം എളുപ്പത്തിൽ ചതിക്കുഴിയിൽ വീഴ്ത്താൻ പറ്റുന്നത് സ്കൂൾ കുട്ടികളെയാണ്. യങ്സ്റ്റേഴ്സിനെക്കാട്ടിലും എളുപ്പത്തിൽ ചതിക്കുഴിയിൽ വീഴ്ത്താൻ പറ്റുന്ന അവരെയാണ്. പിന്നെ ടീനേജേഴ്സ്. ഇതിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ വില്ലന്മാരാണ്. പണ്ടത്തെ കാലത്ത് ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പെൺകുട്ടികളും ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസുകാരെ ഏൽപ്പിക്കുക. അവരുടെ കാര്യത്തെക്കുറിച്ച് ആ ഇൻഫർമേഷൻ പോലീസുകാരെ എത്തിക്കുക. ആരെങ്കിലും നമ്മളെ ഇങ്ങനെ സമീപിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിഷേധിക്കുക. എന്നിട്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് ഒന്നെങ്കിൽ പേരൻസിനെ അറിയിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അധ്യാപകരെ അറിയിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോവുക. ചിലരെ ഭീഷണിപ്പെടുത്തിയും ഇങ്ങനെയുള്ള ചതിക്കുഴിയിലേക്ക് വീഴ്ത്തും. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ആ ഭീഷണിക്ക് വഴങ്ങാതെ ഇരിക്കുക. എത്രയും പെട്ടെന്ന് ഹെൽപ്പ്, ആരുടെ നിന്നാണോ നമുക്ക് ഹെൽപ്പ് കിട്ടുന്നത് അവരെ സമീപിക്കുക. കൂടുതലും മാതാപിതാക്കളോട് പറഞ്ഞാൽ മതി. മാതാപിതാക്കൾ ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരോടൊന്നും തുറന്നു പറയാതെ ഒരു മുറിക്കകത്ത് അടച്ചു പൂട്ടി ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള വലയിലേക്ക് വീഴാതെ ഇരിക്കുക. നമ്മൾ ഈയാമ്പാറ്റകളെ പോലെയാണ്. തീ എവിടെയുണ്ടോ അവിടേക്ക് പറന്ന് എന്ന് വീഴും. തീ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നല്ല മനോഹരമായിട്ടുള്ള എന്തോ സംഭവമാണ്. അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും ആ തീയുടെ ചൂടിൽ നമ്മുടെ ചിറക് വെന്ത് കരിയൂ. ചിറകില്ലെങ്കിൽ പിന്നെ നമുക്ക് പറന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ? അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം കുട്ടികളെ വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീനേജേഴ്സ്, നമുക്ക് എൻജോയ്മെൻറ്റ് വേണം, സന്തോഷം വേണം, ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് വേണം. ലൈഫ് ലോങ് ഹാപ്പിനെസ്സിനെ കുറിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ മൈന്യൂട്ടായിട്ടുള്ള ഹാപ്പിനെസ് ഒക്കെ വേണ്ടാന്ന് വെക്കുക. അത് ഹാപ്പിനെസ് അല്ല. നമുക്ക് ആദ്യം ഹാപ്പിനെസ് ആണെന്ന് തോന്നും. പക്ഷെ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് തിരിച്ചു വരാൻ വേണ്ടി പറ്റത്തില്ല. ഉടുമ്പ് പിടിച്ചു വെച്ചേക്കുന്നത് പോലെ നമ്മളെ പിടിച്ചവിടെ വെക്കും. കാരണം ഇതൊക്കെ ഒരു അഡിക്ഷനാണ്. തലച്ചോറിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ എക്സ്റ്റേണലി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം. എല്ലാവർക്കും അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടണമെന്നില്ല. 10% ആൾക്കാർക്ക് മാത്രമേ ഹെൽപ്പ് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളവരോ അവരുടെ ജീവിതം ഇല്ലാതെയായിപ്പോയി. അപ്പോൾ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിതം മുഴുവനായിട്ട് പണയം വെക്കാതെ ഇരിക്കുക. എല്ലാവരും കണ്ണു തുറന്നു പിടിച്ച് ജീവിക്കുക. മാതാപിതാക്കളെക്കുറിച്ച് ആലോചിക്കുക. ഇത്തരത്തിലുള്ള വസ്തുക്കൾക്കൊന്നും നമ്മൾ അടിമപ്പെടാതെ ഇരിക്കുക.